ഇതേ കോഴിക്കോട്ട് തന്നെ വേറൊരാളുണ്ടായിരുന്നു. 46-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആളാണ്. എത്ര ചെറിയ പ്രായമായിരിക്കും. ആകെ 46 കൊല്ലമാണ് ജീവിച്ചത്. അതിൽ 9 കൊല്ലം ജയിലിലുമാണ്. ഒരു 10-20 വയസ്സ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പം എത്ര കാലമാണ് ആകെ പ്രവർത്തിച്ചത്? ആലോചിച്ച് നോക്ക്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു കേരളത്തിൽ, KPCCയുടെ. അങ്ങനെ കർണാടകയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. കോൺഗ്രസിൻ്റെ സമ്മേളനമാണ്. നെഹ്റു ഒക്കെ ഉണ്ട് സ്റ്റേജിൽ. ആ സമയത്ത് ഇയാൾക്ക് പ്രസംഗിക്കാനുള്ളൊരു അവസരം കിട്ടി. 5 മിനിറ്റാണ്. 5 മിനിറ്റ്. ആ 5 മിനിറ്റ് സംസാരിച്ചത് എന്തിനെക്കുറിച്ച് അറിയോ? പിന്നെ മലബാർ സമരം കാരണവും വസൂരി കാരണവും കുറേ വാപ്പന്മാർ മരിച്ചു പോയിട്ടുണ്ട്, കുറേ അച്ഛന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെയും വിധവകളെയും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു കേന്ദ്രമില്ല. ഇതാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴേ പഞ്ചാബിലുള്ള കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പൈസയാണ് വേണ്ടത്? നാട്ടിലൊരു സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ആൾ കോഴിക്കോട് വന്ന് കരിവണ്ടി ഇറങ്ങിയപ്പോൾ ആ സ്ഥാപനം ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു കീശയിൽ. ആ സ്ഥാപനത്തിന് ഇന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് JDT എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ്. ഇതൊക്കെ എന്താണെന്നറിയോ? എത്ര കാലം ജീവിച്ചു എന്നുള്ളതൊരു വിഷയമല്ല. സത്യത്തിൽ അതൊരു വിഷയമല്ല. ഒരാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. വരാനിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ അയാൾ ബാക്കിയാകുന്നുണ്ടോ എന്നതാണ്. അതാണ് കാര്യം. ഹബീബായ ഖലീലായ ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം പടച്ചോൻ്റെ ചങ്ങാതി എന്നാ പറയുക ഇബ്രാഹിം നബിയെക്കുറിച്ച്. പടച്ചോൻ്റെ ചങ്ങാതി ആലോചിക്കണം. അടിമയും ഉടമയുമാണ് അല്ലേ? അടിമയും ഉടമയും തമ്മിൽ ചങ്ങാതിമാരാകുമോ? ആകുമോ? ആയ ചരിത്രമാണ് ആ പ്രവാചകൻ്റെ ചരിത്രം. ആ പ്രവാചകൻ പടച്ചവനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കൊണ്ടു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ മാത്രം ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കൊണ്ടു. നമുക്ക് ഇന്ന് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിലുണ്ടാവും. അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട് അതിൽ. അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? പഠിച്ചോനെ, വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണേ. ആലോചിച്ച് നോക്ക്. കൂടെയുള്ള ആൾക്കാർ നല്ലത് പറയണമെന്നല്ല, അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, ചില സൂത്രങ്ങളൊക്കെ മതി. പക്ഷേ വരാനിരിക്കുന്ന തലമുറകളുടെ നെഞ്ചിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ ചെറിയ കാര്യമല്ല. അതാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ബാക്കിയായിട്ട് കിടക്കും. അപ്പം ഈ അൽ ഇഹ്സാൻ്റെ പിന്നിലുള്ള സുഹൃത്തുക്കൾ, പ്രവാസികളും നാട്ടുകാരുമായിട്ടുള്ള ആ സുഹൃത്തുക്കളൊക്കെ മരിച്ചു പോകും. പക്ഷെ അവർ ചെയ്ത ഈ കർമ്മം ഇവിടെ ബാക്കിയോ? ഒരു മരം മുറിച്ചാൽ അതിൻ്റെ കുറ്റി ഇങ്ങനെ ബാക്കി ഉണ്ടാവില്ലേ? കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ആ പുറത്തുള്ള തൊലി പോവും. കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ പിന്നുള്ള ആ വെള്ള ഭാഗവും ഇങ്ങനെ ചീഞ്ഞു പോവും. പക്ഷെ കൊല്ലങ്ങൾ കഴിഞ്ഞാലോ, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലോ ആ കറുത്ത ഭാഗം അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? നമ്മൾ കാതൽ എന്നാണ് പറയുക. കാതലായ ഭാഗം, കോർ എന്ന് പറയുന്നത്. ദിസ് ഈസ് അമലുകൾ. നമ്മൾ പോവും, നമ്മൾ ചെയ്തത് ഇവിടെ ബാക്കിയാവും അല്ലേ? അങ്ങനെയൊരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് ഇംഗ്ലീഷ് പറയും. എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള ജീവിതം. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കാരണമാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ജീവിതത്തിനൊരു ലക്ഷ്യം ഒരാൾക്കില്ലേ, അയാൾ ചെതറിപ്പോവും. അതാ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പുഴകളിലൊന്നാണ് ഗംഗാ നദി അല്ലേ? നമ്മുടെ സഹോദരങ്ങൾക്ക് പുണ്യനദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്. വീതി ഒരുപാട് വീതിയുണ്ട്. പക്ഷേ ഈ വീതി കൂടിയ നദിയില്ലേ, ഒരു സ്ഥലത്തെത്തുമ്പോൾ വീതി ഇങ്ങനെ കുറഞ്ഞു 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 വരും. ഇങ്ങനെ കൂർപ്പിച്ചൊഴുകാൻ തുടങ്ങും.
അവിടെ എത്തുമ്പോൾ പേരും മാറും. ഗംഗ എന്ന് പറയില്ല, വേറെ പേരാ. സ്വഭാവം മാറി, രൂപം മാറി, പേരും മാറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഉണ്ടോ? അതെവിടെ എത്തുമ്പോഴാണെന്നറിയോ? ബംഗാളിലെത്തുമ്പോഴാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിനൊരു കാരണമുണ്ട്. അവിടെ എത്തുമ്പോൾ ഗംഗ എന്നല്ല പേര്, ഹൂഗ്ലി എന്നാണ് പേര്. അതിൻ്റെ കാരണം, ഈ ബംഗാളിലെത്തുമ്പോൾ ഈ ഗംഗാ നദിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഏതാണ് ലക്ഷ്യം? ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ലക്ഷ്യം. അവിടെ ചെന്ന് ചാടണം. ലക്ഷ്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ലക്ഷ്യമുള്ള ഒരാൾക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കണം. അതാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതാ, ഇപ്പോൾ ഒരു നല്ല ഉദാഹരണം, കഅബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ? 24 മണിക്കൂറും കറങ്ങുന്നില്ലേ മക്കയിൽ? ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ ഭയങ്കര രസമാണ്. ഒരു പുഴ ഒഴുകുന്ന പോലെ തോന്നും. 10,000-കണക്കിന് മനുഷ്യരാണ് കറങ്ങുന്നത്, പ്രദക്ഷിണം ചെയ്യുന്നത്. ഒരാൾ പോലും ഇങ്ങനെ തെറ്റിപ്പോവില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നടുവിൽ ആ സംഭവം ഉണ്ടായതുകൊണ്ടാണ്. നടുവിൽ കഅബല്ല എന്ന് വിചാരിക്കുക. നടുവിൽ കഅബല്ല എന്ന് വിചാരിക്കുക. ഇത്ര വൃത്തിയായിട്ട് ആളുകൾക്ക് കറങ്ങാൻ കഴിയില്ല. ദിസ് ഈസ് ലക്ഷ്യം. അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഖിബില എന്ന് പറയും. അപ്പോൾ ഒരാളുടെ ഖിബില ഏതാണോ അയാൾ അതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. അതാ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടത് അവരിങ്ങനെ നിരന്തരമായി ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. പണ്ട് നമുക്ക് മനസ്സിൽ ചിന്ത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗ്രൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ചങ്ങാതിമാരുണ്ടാവും, അല്ലെങ്കിൽ മാങ്ങക്കെറിയണം, തൊട്ട് പോയി മീൻ പിടിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ കാർന്ന് തിന്നുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ പെടുമ്പോൾ എന്താ സംഭവിക്കണേ? അവർക്കൊരു കൃത്യമായൊരു ഫോക്കസ് അവരുടെ കാര്യങ്ങളിൽ ഇല്ലാതെ പോകും. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാതായി പോകും. മനസ്സിലായില്ലേ? ഇപ്പം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ഒരു കാര്യവും ചെയ്യാനില്ല എങ്കിൽ ആ ദിവസം എത്ര ബോറായിരിക്കും? ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല, ഒരു കാര്യമില്ല, വ്യർത്ഥമായൊരു ദിവസമായിട്ട് തോന്നും. എന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമായിരിക്കും അല്ലേ? ഒന്നും ചെയ്യാനില്ലാത്ത ദിവസം നമുക്ക് ഭയങ്കര ബോറായിരിക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ എത്ര ബോറായിരിക്കും? ഇതാണൊരു ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇപ്പം ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിൽ ഐ എന്നെങ്ങനെ എഴുതുക? ഒരു വരയും മുകളിലൊരു കുത്തും കൊടുക്കും അല്ലേ? ഐ, ഒരു വരയും മുകളിലൊരു കുത്തും കൊടുക്കും. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരത്ഭുതമില്ല. പക്ഷെ അത് തിരിച്ചിട്ടല്ലോ നമ്മളെന്താ വിളിക്കുക? നമ്മൾ അത്ഭുതം എന്നാണ് വിളിക്കുക. ഒരു വരയും താഴെ ഒരു കുത്തും വന്നാൽ നമ്മൾ അത്ഭുതം എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഒരു അത്ഭുതം ഉള്ളിൽ ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാ ഐയുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്, ഒരു അത്ഭുതമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാതെ പോയ മനുഷ്യരാണ് ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. ഞങ്ങൾക്കൊരു കഥ കൂടി പറഞ്ഞുതരാം. ഒരു കുട്ടിയുണ്ടായിരുന്നു. അവനൊരു 18 വയസ്സൊക്കെ ഉള്ളൊരു പ്രായമുള്ള സമയത്ത് അവൻ്റെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അച്ഛനും അമ്മയും വഴക്ക് കൂടിയാൽ പോലും ഒരു കുട്ടിയുടെ മനസ്സെന്തായിരിക്കും? അങ്ങനെയുള്ളൊരു പ്രായത്തിലൊരു കുട്ടിയുടെ അച്ഛനും അമ്മയും പോയാൽ എങ്ങനെ ഉണ്ടാവും? അതും ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും? അവനാകെ തളർന്നു. അപ്പം അവൻ തീരുമാനിക്കുകയാണ്, ഞാനും മരിക്കാം. അവനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അന്നവൻ കാസർഗോഡുള്ള കുമ്പള എന്ന് പറയുന്നൊരു സ്ഥലമില്ലേ കാസർഗോഡ്, നമ്മളെ അതിർത്തിയാണ്. അവിടെ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ടാണ് പോണത്. എന്തിന്? പാളത്തിൽ തലവെച്ചിട്ട് മരിക്കാൻ വേണ്ടി. അങ്ങനെയല്ലേ? അവന് കരഞ്ഞുകൊണ്ട് നടന്നു ആ രാത്രിയിൽ. പാളത്തിലെത്തി, പാളത്തിൽ ഇങ്ങനെ കിടന്നു. അവൻ തലവെച്ച് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്ന് കണ്ണ് തുറന്നിരുന്ന്. അപ്പോഴാണ് അവന് കണ്ടത് കുറച്ചപ്പുറത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. എന്തൊരു സാധനം ഇങ്ങനെ
തിളങ്ങുന്നു. അപ്പോൾ അവനൊരു കൗതുകം, അവൻ എണീച്ചിട്ട് ചെന്ന് നോക്കി അതെന്താണ്. അപ്പോൾ ഒരു പുഴുവാണ്. പുഴു ഇങ്ങനെ തിളങ്ങുന്നതാണ് രാത്രി. പക്ഷേ അവന് പിന്നെ അവിടെ കിടക്കാൻ കഴിയണില്ല. ആ പാളത്തിൽ പിന്നെ അവന് കിടക്കാൻ കഴിയണില്ല. കാരണം അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ചിന്ത വരിക. എന്താണെന്നറിയോ? എടാ, ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് പോണത്, നീയോ? ഇതാണ്